ഹലോ ഓൾ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ ടൈൽസ് എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ടൈൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് മാനുഫാക്ചർ ഓഫ് ടൈൽസ്. ടൈൽസ് എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ടൈൽസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്ത് ആ സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ്. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് ടൈൽസ് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ക്ലേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ക്ലേ നമുക്ക് കിട്ടുന്നത് ബ്രിക്ക് ക്ലേയുടെ താഴെ ഉണ്ട്. ബ്രിക്ക് ക്ലേ ഡെപ്പോസിറ്റിന്റെ താഴെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ടൈൽസിനുള്ള ക്ലേ നമുക്ക് ബെസ്റ്റ് ക്ലേ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്ലേ പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ മൗൾഡിങ്ങിന് വിടും. മൗൾഡിങ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ആയിരുന്നു. ഡ്രൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2 ദിവസം ഡ്രൈ ചെയ്യുക. എന്നിട്ട് അതിനെ വീണ്ടും അണ്ടർ ഷെയ്ഡ് ആദ്യം സൺ ഡ്രൈ നമ്മൾ ചെയ്യുന്നു. ആൻഡ് ദേ ആർ കെപ്റ്റ് ഫർദർ ഡ്രൈയിങ് ഫോർ 2 days ഓൺ എഡ്ജസ് അണ്ടർ ഷെയ്ഡ്. ഓക്കെ, എഡ്ജസ് ഡ്രൈ ചെയ്യാനായിട്ട് വീണ്ടും ഒരു 2 ദിവസം കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എത്ര ദിവസമാണ്? 4 days ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രൈയിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് ബേണിംഗ് ആണ്. ബേണിംഗ് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? ടൈൽസ് ആർ ബേൺഡ് ഇൻ കിൽൻസ്. കിൽൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈൽസ് ബേൺ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇതിൽ കുറച്ച് ടെമ്പറേച്ചറും കൂടി പറയാം. ആദ്യം നമ്മൾ ഫയർ ചെയ്യാം. ബേൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫയർ ചെയ്യുന്നത് 800°C വരെ ഫയർ ചെയ്യും. എന്നിട്ട് അതിനെ 6 hours സ്ലാക്കൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ദെൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ടു 1300°C വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് എത്ര നേരം അങ്ങനെ ഇൻക്രീസ് ചെയ്യണം? എബൌട്ട് 3 hours. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 hours സ്ലേക്കൺ ചെയ്യുക. എഗെയിൻ വീണ്ടും എന്ത് ചെയ്യണം? once again heated to 1300°C for about 3 to 4 hours. എന്നിട്ട് അങ്ങനെ നമ്മൾ കില്ലിൽ നിന്ന് എടുത്ത ആ ടൈലിനെ നമ്മൾ എന്ത് ചെയ്യണം? 3 days കൂൾ ചെയ്യാനായിട്ട് വെക്കുക. ഓക്കെ, ഇതാണ് ബേണിംഗ് പ്രോസസ്സിനകത്തുള്ള. അടുത്ത് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ടൈൽസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഗുഡ് ടൈൽസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്? അപ്പൊ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പറയുന്നത് ഷേപ്പ് ആൻഡ് സൈസ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത്, ഷേപ്പും സൈസും എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫൈഡ് വാല്യൂസും ആയിട്ട് എന്തായിരിക്കണം? എക്സാക്ട്ലി ആസ് പെർ ദ സ്പെസിഫൈഡ് വാല്യൂസ് ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ദേ ഷുഡ് ബി കാപ്പബിൾ ഓഫ് ഇന്റർലോക്കിംഗ് വിത്ത് ലോവർ സൈഡ് ടൈൽസ് ആൻഡ് അഡ്ജസെന്റ് ടൈൽസ്. ലോവർ സൈഡ് ടൈൽസും അഡ്ജസെന്റ് ടൈൽസും ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റണം? ഇന്റർലോക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഇനി കളർ എന്ന് പറയുന്നത് യൂണിഫോം കളർ ആയിരിക്കണം. സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രോക്കൺ സർഫസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോമ്പാക്ട് ആൻഡ് ഈവൻ സ്ട്രക്ചർ ആയിരിക്കണം. ദെൻ സൗണ്ട്നെസ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ 2 ടൈൽസിനെ പരസ്പരം ഒന്ന് മുട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹാമർ കൊണ്ട് മുട്ടുകയോ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ അത് ആ ഒരു ടൈൽ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്ന് പറയാം. ദെൻ ബേണിംഗ് അതെന്ന് പറഞ്ഞാൽ യൂണിഫോംലി വെൽ ബേൺഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നെയിൽ കൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൽ മാർക്കിങ്സ് ഒന്നും വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഹാർഡ്. ദെൻ അടുത്ത് വരുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞാൽ ഷുഡ് ബി സ്ട്രോങ് ഇനഫ്. അത് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം? ടു ടേക്ക് ലോഡ് ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സൺ അതിന്റെ പുറത്ത് നിൽക്കുകയാണ്. വെൻ സ്റ്റെപ്സ് അറ്റ് മിഡിൽ ഓഫ് റീപ്പേഴ്സിന്റെ മിഡിലായിട്ട് നിൽക്കുമ്പോൾ ആ ലോഡ് എടുക്കാൻ അതിന് എന്ത് ചെയ്യണം? അത്രയും സ്ട്രെങ്ത് ഉണ്ടാവണം. ദെൻ വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ക്ലാസ് എ ടൈലിനാണ് ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 19% കൂടാൻ പാടില്ല. ക്ലാസ് എ ടൈലാണെങ്കിൽ 24% കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലെ ടെസ്റ്റിംഗ് ഓഫ് ടൈൽസ് പഠിക്കാം.